നമ്മളെ SLRCന്റെ ഡയറക്ടറായി നടക്കുന്ന KV സാക്ഷാൽ അഖലാനിയാണ്. സലഫിയത്ത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത വ്യക്തിയാണെന്ന് ഞാൻ വെറുതെ പറയല്ല. മൂപ്പര് SLRCന്റെ ഈ പുസ്തകങ്ങളൊക്കെ ഒന്നും ഇങ്ങനെ പരിശോധിച്ചാൽ മതി. നല്ല താടിയൊക്കെ നന്നായി കറുപ്പിച്ച് സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കുകയില്ല എന്ന് ഇമാം മുസ്ലിം പറഞ്ഞ ആ ഒരു സവിശേഷ ഗുണം ധൈര്യസമേതം സ്വീകരിച്ച് നല്ല ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്ത് കാന്തപുരം ഇങ്ങനെ വല്ല മീഡിയക്ക് മുന്നിൽ നിൽക്കണ മാതിരിയാ മൂപ്പര് കൊടുക്കുകയാണ് ഉഷാറായിട്ട്. ഇതൊക്കെ സ്വാഭാവികമാണല്ലോ. കാരണം ഇതുപോലെയുള്ള ഓരോ വ്യക്തികളാണ് പ്രത്യേകമായ വിശുദ്ധത്തിന്റെ അണികൾക്കിടയിൽ ഞങ്ങളെ പോലത്തുള്ള പ്രഭാഷകന്മാർ സംസാരിച്ചിരുന്ന പോയിന്റുകൾ. നിര്യാണ പ്രായത്തിലുള്ള വസ്ത്രം, താടി കറുപ്പിക്കല്, മ്യൂസിക്, സലഫിയത്തില്ല എന്ന് തെളിയിക്കാൻ ആവശ്യമായ എന്തൊക്കെ രേഖകളുണ്ട് അതൊക്കെ ഇവര് നമുക്ക് തരും. ഇപ്പോൾ ഖുർആൻ ലേണിംഗ് ക്ലാസിന്റെ SLRC സംഗമത്തിന്റെ ഒരു കളർ ബുക്ക്, ആ ബുക്ക് ഇറക്കിയ സമയത്ത് ഞങ്ങൾക്ക് തന്നിരുന്നു. ഒരു പ്രത്യേക എല്ലാ പ്രഭാഷകന്മാരും മറുപടി പറയുന്ന ആളുകൾക്കൊക്കെ നോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഓരോരുത്തർക്കും ഓരോരുത്തരെ വായാടിത്ത ശൈലിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ കൊടിപ്പും നുങ്ങലും വെച്ചിട്ട് അവതരിപ്പിക്കാൻ പറ്റും. അപ്പൊ ഞാൻ കുറച്ച് കൊടിപ്പും നുങ്ങലും വെച്ച് അവതരിപ്പിക്കാൻ എനിക്ക് അള്ളാഹു തോപ്പിക്കൊണ്ട് പണ്ടേ കഴിവുണ്ട്. ആ കഴിവ് ഞാൻ ഈ വിശ്വത്തിന്റെ കൂടെ നിന്ന കാലത്ത് മുഴുവൻ എന്ത് ചെയ്തു, ബാത്തിൽ ഉപയോഗിച്ചു. അങ്ങനെയുള്ളൂ. ആ ബാത്തിൽ ഉപയോഗിച്ചപ്പോ എന്തായി, അന്ന് ആ ആളുകൾക്കിടയിൽ അതൊരു ഹരായി, വിശ്വത്തിന്റെ ആളുകൾക്കിടയിൽ ഒരു ഹരായി. ഓല് നമ്മളെ തെക്ക് പേരും ചൊല്ലി കൊണ്ടുനടന്നു. ഇപ്പൊ സത്യമൊക്കെ ബോധ്യപ്പെട്ടു, അൽഹംദുലില്ലാ. അടിസ്ഥാനപരമായ വിഷയമാണല്ലോ ഏറ്റവും വലുത്. അല്ലാതെ SLRCയിൽ പെണ്ണുങ്ങൾ പങ്കെടുക്കുന്നതും മൂപ്പര് താടി കറുപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞതും അക്കലാനിയാണ് പറഞ്ഞതും ഒന്നല്ലല്ലോ വിഷയം. അടിസ്ഥാന വിഷയം എന്താ, തൗഹീദ് ശിർക്കാണ്. ആ വിഷയത്തിൽ വിശ്വത്തിന് പിഴവ് സംഭവിച്ചു എന്നുള്ള ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും മാഷാ അല്ലാഹ് എനിക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ അനുഷ്ഠാന മുറയായ ഖുർആൻ പഠിപ്പിച്ച, ഹദീസ് പഠിപ്പിച്ച, സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്ന രോഗശമന പ്രാർത്ഥന, അതിനെ ഒരു റുഖ്യ ശറയ്യ എന്നും പറഞ്ഞൊരു ചികിത്സാ രീതിയാക്കി അതിന് പ്രത്യേക സംവിധാനങ്ങളും രീതികളും മെത്തേഡുകളും തന്ന് അതൊക്കെ വീട് വിടാതെ ചികിത്സിപ്പിച്ചു. നമ്മളെ ഐഡിയക്ക് അനുസരിച്ചും നമ്മൾ ഈ റാഖി ഗ്രൂപ്പിൽ നിന്ന് പഠിച്ചതനുസരിച്ചും പിന്നെ ഹറാമും ഹലാലും ഹറാമും ഷിർക്കും വരാത്ത കോലത്തിൽ നമുക്ക് ഏതും ചെയ്യാം എന്നുള്ള നിലക്കും നമ്മൾ ഇവരെ വീടുകളിൽ പലതും ചെയ്തു. അതൊക്കെ സുന്നത്തിന് വിരുദ്ധമാണെന്ന് ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാഹ്. അപ്പൊ ആ രണ്ട് അടിസ്ഥാന വിഷയങ്ങളിൽ ജമിയത്തുൽ സർക്കുലർ ഞാൻ അംഗീകരിച്ചുകൊണ്ട് മാറി തൗബ ചെയ്ത് മടങ്ങിയപ്പോ പിന്നെ സ്വാഭാവികമായിട്ടും പഴയത് മുഴുവനും പല്ലടിച്ച് നിൽക്കുമല്ലോ. അങ്ങനെ തന്നെയുള്ള അതിന്റെ സ്ഥിതി. അപ്പൊ അത് നോക്കിയിട്ട് കാര്യമില്ല. അപ്പൊ അതിനൊക്കെ നമുക്ക് പറയാനുള്ള മറുപടി ഇത്രേ ഉള്ളൂ, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ, അത്രേ ഉള്ളൂ. ആ മാന്യ വ്യക്തിയെ പറ്റിയും അതേപോലെ തന്നെ ഈ മഹത്തായ ആദർശ പ്രബോധനത്തിന്റെ സംരംഭങ്ങളെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകളെ പറ്റിയൊക്കെ ഈ ഹിസ്ബിയത്ത് തലക്കേറിയ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞു പോയതും ഞാൻ പ്രചരിപ്പിച്ചതും മുഴുവനും തെറ്റായിരുന്നു. അത് ബാത്തിലാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു പുറത്തരട്ടെ. പിന്നെ ഇതിൽ ഉദ്ധരിച്ച കാര്യങ്ങൾ എന്താണ്, ഇതൊക്കെ വിശ്വത്തിന്റെ ആളുകൾ നമുക്ക് തന്ന ആ പോസ്റ്ററും രേഖകളും അനുസരിച്ച് നമ്മളനുസരിച്ച് എന്ത് ചെയ്തു, വർണ്ണശബളമായി അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. അല്ലാതെ അതിലൊന്നും എത്രത്തോളം സത്യമുണ്ട് അസത്യമുണ്ടെന്ന് പോലും അന്വേഷിക്കാതെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഞാൻ വിശ്വത്തിനകത്ത് ഉള്ള മുഴുവൻ നിഗൂഢതകളും പുറത്തു പറയുമ്പോൾ അതിൽ ഒന്നുപോലും കളവില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അന്ന് കളവ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അസത്യം സത്യം കൂട്ടിക്കുഴക്കലായിരുന്നു, അർദ്ധസത്യങ്ങളെ സത്യമായി അവതരിപ്പിക്കലായിരുന്നു. മാത്രമല്ല ഹിസ്ബിയത്തുള്ളത് കൊണ്ട് അവിടെ എന്ത് നുണ പറയാൻ പോലും ചില സമയത്ത് മടിയില്ലാത്തൊരവസ്ഥയും എനിക്കും വൈസൽ മുസ്ലിയാർക്കും മാലിക് സലഫിക്കും മൂസക്കാരക്കും PN എല്ലാവർക്കും ഉണ്ട്. ആ കൂട്ടത്തിൽ എനിക്കും ഉണ്ടായിരുന്നു. അതല്ലാതെ കേരളത്തിലേക്ക് വന്നതിന് ശേഷം മാഷാ അല്ലാഹ് ഞാനൊരു കളവും വിഷയത്തിൽ പറഞ്ഞിട്ടില്ല. സത്യസന്ധാണ്. പറഞ്ഞത് മുഴുവനും തെളിവോട് കൂടിയാണ്, രേഖാമൂലമാണ്. അതിന് എനിക്കെതിരെ മറുപടി പറയാനോ എന്നെ സമൂഹത്തിന് മുമ്പിൽ പരിചയപ്പെടുത്താനോ പോലും വിശ്വത്തിന്റെ ഒരു നേതാക്കന്മാർക്കും പണ്ഡിതന്മാർക്കും പ്രവർത്തകന്മാർക്ക് പോലും ധൈര്യമില്ല. അവസാനം MT വിഷൻ ആരിഫിനെ പോലുള്ള ചില സ്വാർത്ഥ താല്പര്യമതികൾ, ദുനിയാപ്രേമികൾ, അവരതിൻ്റെ ഉള്ളിൽ കാര്യലാഭത്തിന് വേണ്ടി കൂടി അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവർക്ക് ഉണ്ട ചോറിന് നന്ദി കാണിക്കണം എന്നുള്ളവർക്ക് അവർ വാലാട്ടും. ആ വാല അവർ ആട്ടിക്കൊണ്ടിരിക്കും. അത് പ്രശ്നമല്ല. പക്ഷേ ഈ സത്യത്തെ ഇപ്പോൾ ഞാൻ അവതരിപ്പിച്ച വിശ്വത്തിന്റെ ചികിത്സാ നിഗൂഢതകൾ, അതിന്റെ രേഖകൾ, ഇതിനെതിരെ എന്തവർക്ക് പറയാനുണ്ടെന്ന് ചോദിച്ചാൽ ഒരക്ഷരം പറയാനില്ല. അപ്പൊ പിന്നെ ഞാൻ വിശ്വത്തിന്റെ കൂടെ നിന്ന കാലത്ത്
KNM-നെയും KNM-ന്റെ ആളുകളെയും പറഞ്ഞ തീവ്രമായ വാക്കുകൾ വീഡിയോകളായിട്ട് വോയിസ് ആക്കി എടുത്തിട്ടോട്ടെ. അത് എനിക്ക് ഉറപ്പുള്ള കാര്യമില്ല. ഇവിടെ വിശ്വത്തിന്റെ ആളുകളെ സത്യം ബോധ്യപ്പെടുത്തലല്ല എന്റെ ആവശ്യം. മറിച്ച് കേരളത്തിൽ മുജാഹിദീൻ എന്ന ആളുകൾ ഇതൊന്നും ഇല്ലാത്തൊരു ടീമാണ് വിശ്വം എന്നാണ് വിചാരിച്ചത്. അത് ആളുകൾക്ക് ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാ, അതാണ് നമ്മൾ ഒന്നാമത്തെ ബാധ്യത. അത് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ ആളുകൾ ഇഷ്ടം പോലെ മനസ്സിലാക്കി വരുന്നുണ്ട്. അത് തടയാൻ അവർക്ക് കഴിയില്ല. കോഴിക്കോട് സമ്മേളനമൊക്കെ നമ്മളൊക്കെ ദാവത്തിന്റെ ഒരു ഭാഗം തന്നെ, എല്ലാവരുടെ ദാവത്തും അതോടൊപ്പം ഈ വിഷയവും കൂടി പറഞ്ഞതിന്റെ ഭാഗം മാത്രമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഏത് ഡിവിഷൻ മുറിച്ചിടുന്ന 1/2 മിനിറ്റ് 30 സെക്കൻഡ് CD-കളുടെ വീഡിയോകളുടെ അവസ്ഥ ഇതാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക.